കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. ഏഷ്യ ലൈവ് ടിവിയിലെ ഫെങ്ഷു പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ പലർക്കും ഒരു സംശയമുണ്ട്, എപ്പോഴാണ് നമുക്ക് ഈ വാസ്തു നോക്കേണ്ടതെന്നുള്ളത്. അപ്പം ചിലർ പറയും നമുക്ക് ആദ്യം വീടങ്ങ് വെക്കാം, വീടങ്ങ് വെച്ചിട്ട് എന്തെങ്കിലും വാസ്തുദോഷം ഉണ്ടെങ്കിൽ നമുക്കത് ഫെങ്ഷു പ്രകാരം കറക്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ വാസ്തുവിനെ വിളിച്ചുകൊണ്ട് വന്ന് കാണിക്കുകയാണെങ്കിൽ നമ്മളുടെ ആ ഒരു ഉദ്ദേശിക്കുന്ന ഒരു ഡിസൈനും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. അവിടെ ടോയ്ലറ്റ് പ്രശ്നം, ഇവിടെ കിച്ചൺ പ്രശ്നം എന്നീ കാര്യങ്ങൾ പറയും. അങ്ങനെ പലരും പല തരത്തിലുള്ള അഭിപ്രായങ്ങളുള്ള ആൾക്കാരാണ്. ഇപ്പം എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളൊരു പുതിയ ഭൂമി നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ ആ ഭൂമി വാങ്ങിക്കുന്ന സമയം മുതൽ തന്നെ ഒരു വാസ്തുവിനെ നിങ്ങൾ കാണിച്ച് അത് ഭൂമി വാങ്ങിക്കണം. അപ്പോൾ അവരുടെ നിർദ്ദേശപ്രകാരം വാങ്ങിക്കുമ്പോൾ ഈ പറയപ്പെടുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ നന്മയ്ക്കും നിങ്ങളുടെ അഭിവൃദ്ധിക്കും വേണ്ടി മാത്രമാണ്. അപ്പം അല്ലാതൊരു വാസ്തുവിന് വന്നിട്ട് നിങ്ങൾ ഏത് ഭൂമി വാങ്ങിച്ചാലും വാസ്തുവിന് എന്താ? അപ്പം നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാവണം. നിങ്ങൾ ആ ഒരു കൺസൾട്ടനെ വിളിച്ച് കാണിക്കുമ്പോൾ ആ ഒരു ഭൂമിയിൽ നിങ്ങൾക്ക് താമസിക്കുമ്പോൾ അല്ലെങ്കിൽ ആ വീട്ടിൽ താമസിക്കുമ്പോൾ വാസ്തു നിയമങ്ങൾക്കനുസരിച്ച് ആ ഭൂമിയും ആ വീടും നിർമ്മിക്കുമ്പോൾ അവിടെ ഐശ്വര്യം നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ നമുക്ക് വാസ്തുവിൻ്റെ ഓരോ നിയമങ്ങളും പാലിച്ചാണ് നമ്മൾ വീട് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഒത്തിരി നേട്ടങ്ങൾ നമുക്കുണ്ടാവും. അപ്പോൾ നമുക്ക് ആദ്യം പറയേണ്ടതെന്ന് പറഞ്ഞാൽ വസ്തു വാങ്ങിക്കുന്നതിന് മുമ്പ് തന്നെ വാങ്ങിക്കണം. എന്നിട്ട് അത് വാസ്തു നിയമം അനുസരിച്ച് അതിനെ ഭൂമിയെ കറക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഭൂമിയെ ഒരുക്കണം. ഒരുക്കിയതിന് ശേഷം ആ ഭൂമിയിൽ എവിടെയാണ് വീട് വരേണ്ടത്, അതിലെവിടെ ബെഡ്റൂം വരണം, എവിടെ കിച്ചൺ വരണം, അതിൻ്റെ ഷേപ്പ് ഏത് രീതിയിലായിരിക്കണം, അതിൻ്റെ കിണർ ഏത് ഭാഗത്ത് വരണം, അതിൻ്റെ സെപ്റ്റിക് ടാങ്ക് ഏത് ഭാഗത്ത് വരണം, വീടിൻ്റെ മുകളിലുള്ള വാട്ടർ ടാങ്ക് എവിടെ വരണം, അത് കഴിഞ്ഞിട്ട് നമുക്ക് കിച്ചണിലെ സ്റ്റൗ എവിടെ, സിങ്ക് എവിടെ, അങ്ങനെ ഓരോ കാര്യങ്ങളിലും നമ്മൾ അത് ചെയ്തു പോകണം. അപ്പോൾ അത് ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. ഒന്ന്, ഇത് വാസ്തു ആണ് പറയുന്നത്, ഫെങ്ഷുയുമായിട്ട് ഇതിന് ബന്ധമില്ല. ഫെങ്ഷുയിൽ വരുമ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. ചിലപ്പോൾ ഇത് കറക്റ്റായി കിട്ടുകയും ചെയ്യും. അപ്പോൾ വാസ്തുവിൽ പറയുമ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് മാസ്റ്റർ ബെഡ്റൂം, വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കുട്ടികളുടെ ബെഡ്റൂം, സൂത്രം കടന്നു പോകാൻ സെൻറ്ററിലേക്ക് കിഴക്ക് പടിഞ്ഞാറ് ഒരു ബ്രഹ്മസൂത്രം കടന്നു പോകാനുള്ള ലൈൻ വേണം. അത് കഴിഞ്ഞിട്ട് യമസൂത്രം കടന്നു പോകാനായിട്ട് തെക്ക് വടക്ക് ഒരു ലൈൻ വേണം. അത് കഴിയുമ്പോഴത്തേക്ക് അടുത്തത് ഒന്നുകിൽ വിൻഡോയോ അല്ലെങ്കിൽ ഡോറോ വെച്ച് അതിനെ ക്രമീകരിക്കണം. അടുത്തത് വീട് എപ്പോഴും ദിക്കിലായിരിക്കണം. ദിക്കെന്ന് പറയുന്നത് കിഴക്കോ തെക്കോ വടക്കോ പടിഞ്ഞാറോ ദിക്കിലായിരിക്കണം. ഏറ്റവും നല്ല ദർശനം എന്ന് പറയുന്നത് കിഴക്ക് ദർശനവും വടക്ക് ദർശനവുമാണ് ഏറ്റവും നല്ല ദർശനമായിട്ട് വാസ്തുവിൽ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ആ ഭൂമിയിൽ തെക്ക് വശവും പടിഞ്ഞാറ് വശവും കയറി വടക്ക് വശവും കിഴക്ക് വശവും മിറ്റം കിട്ടുന്ന രീതിയിൽ വേണം വീട് വയ്ക്കാൻ. കിണർ വരുമ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്ത് കിണർ വരണം. സെപ്റ്റിക് ടാങ്ക് വരുമ്പോൾ വടക്ക് പടിഞ്ഞാറിൻ്റെ വടക്കിൽ സെപ്റ്റിക് ടാങ്ക് വരണം. അത് കഴിഞ്ഞ് പട്ടിക്കൂട് വരുമ്പോൾ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് പട്ടിക്കൂട് വരാം. കാർ പോർച്ച് പണിയുമ്പോൾ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അല്ലെങ്കിൽ തെക്ക് കിഴക്ക് ഭാഗത്ത് ചെയ്യാം. യാതൊരു കാരണവശാലും വീടുമായിട്ട് ബന്ധപ്പെടുത്തി ഇത് രണ്ടും ചെയ്യാൻ പാടില്ല. അതുകണക്ക് തന്നെ ഒരുപാട് വീടുകളിൽ വടക്ക് കിഴക്ക് ഭാഗത്ത് പട്ടിക്കൂടൊക്കെ ചെയ്യുന്നുണ്ട്. അത് വാസ്തുപ്രകാരം ഒട്ടും നല്ലതല്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തത് ഭൂമിയുടെ ചരിവ് ഞാൻ പറഞ്ഞു. ഒന്നുകിൽ കിഴക്കോട്ട് ചരിയണം, അതല്ലെങ്കിൽ വടക്കോട്ട് ചരിയണം. കിഴക്കോട്ടും വടക്കോട്ടും ചരിഞ്ഞ് വടക്ക് കിഴക്ക് ഏറ്റവും താന്ന് തെക്ക് പടിഞ്ഞാറ് ഏറ്റവും ഉയർന്നു വേണം യഥാർത്ഥത്തിൽ ആ ഭൂമി ലെവലായിട്ട് നിൽക്കാനുള്ളത്. ഇനി നമുക്ക് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് ഗേറ്റിൻ്റെതാണ്. ഗേറ്റിൻ്റെ എന്ന് പറയുമ്പോഴത്തേക്ക് വീടിൻ്റെ ദർശനം എങ്ങോട്ടാണെന്നുള്ളത് മനസ്സിലാക്കി കിഴക്കാണ് ദർശനമെങ്കിൽ വടക്ക് കിഴക്ക് ഭാഗത്തുനിന്ന് കയറുന്ന രീതിയിൽ നമുക്ക് ഗേറ്റ് കൊടുക്കാം. തെക്കാണ് ദർശനമുണ്ടെങ്കിൽ തെക്ക് കിഴക്ക് ഭാഗത്തുനിന്ന് കയറുന്ന രീതിയിൽ കൊടുക്കാം. പടിഞ്ഞാറാണ് ദർശനമെങ്കിൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുനിന്ന് കയറുന്ന രീതിയിൽ ഗേറ്റ് കൊടുക്കാം. അതല്ല വടക്ക് വശത്താണ് ദർശനമെങ്കിൽ വടക്ക് കിഴക്കുനിന്ന് കയറുന്ന രീതിയിൽ ഗേറ്റ് കൊടുക്കാം. അപ്പം വീടിൻ്റെ ഓരോ അത് കണക്ക് തന്നെ നമുക്കിപ്പോൾ അറിഞ്ഞോ അറിയാതെയോ ഇപ്പം നമ്മൾ വീട് പണിയെല്ലാം ഏകദേശം പൂർത്തിയായി. പക്ഷേ ഈ പറഞ്ഞ നിയമങ്ങളൊന്നും അനുസരിച്ചിട്ടല്ല നമ്മൾ ചെയ്തിരിക്കുന്നത്. നമുക്ക് അതൊന്നും നേരത്തെ അറിയില്ലായിരുന്നു, അല്ലെങ്കിൽ അതെല്ലാം തെറ്റിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് എന്തോ ചെയ്യും? ഇനിയിപ്പോൾ പുള്ളിയെ വിളിച്ച് കാണിച്ചതെല്ലാം പൊളിക്കണമെന്ന് പറയുമോ? അപ്പോൾ എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ട്. ഇല്ല, നമുക്ക് ഫംഗ്ഷൻ കൂടെ അതിനകത്തോട്ട് ആഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് പൊളിച്ചു മാറ്റലുകൾ പരമാവധി ഒഴിവാക്കിക്കൊണ്ട് ആ വാസ്തുദോഷം തീർക്കുന്ന വേണ്ടുന്ന കാര്യങ്ങൾ നമുക്ക് ഫംഗ്ഷൻ പ്രകാരം അവിടെ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ചില ടൂളുകളിലേക്ക് നമുക്ക് പോകാം. ഇപ്പോൾ നമുക്ക് ഒരു വീട്ടിൽ തെക്ക് വശത്ത് നിന്ന് ഇപ്പോൾ നമുക്കൊരു ടോയ്ലറ്റ് വന്നു. തെക്ക് വശത്തൊരു ടോയ്ലറ്റ് വരുമ്പോൾ ഫംഗ്ഷൻ പ്രകാരം എന്താ പറയുന്നത്? പേര് പ്രശസ്തിക്കൊക്കെ അത് മങ്ങലേക്ക് വന്നു. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തെക്ക് വശത്ത് നമുക്കൊരു ഫീനിക്സ് ബേർഡിൻ്റെ സ്റ്റാച്ചു വെച്ചുകൊണ്ട് ഇതിനെ നമുക്കൊന്ന് കറക്റ്റ് ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ തെക്ക് വശത്ത് നമുക്കൊരു വിക്ടറി ഹോഴ്സിൻ്റെ സ്റ്റാച്ചു വെച്ചുകൊണ്ട് ഈ ഒരു ദോഷത്തെ കറക്റ്റ് ചെയ്യാം. ഇപ്പം വടക്ക് കിഴക്ക് ഭാഗത്ത് നമുക്ക് ഒരു നെഗറ്റീവ് വന്ന് കുട്ടിയുടെ വിദ്യാഭ്യാസത്തെ അത് ബാധിക്കും. അങ്ങനെയാണെങ്കിൽ വടക്ക് കിഴക്ക് ഭാഗത്ത് നമുക്കൊരു പഗോഡ ടവർ വെച്ചുകൊണ്ട് അതിനെ കറക്റ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഓരോ
ഓരോ ദിക്കിൻ്റെയും സൗഭാഗ്യങ്ങൾ എന്താണെന്ന് കണ്ടിട്ട് അതാത് സ്ഥലങ്ങളിൽ അതിനെ എൻഹാൻസ് ചെയ്തുകൊണ്ട് ആ ദോഷത്തെ മറികടക്കാനായിട്ട് സാധിക്കും. ഇത് വരുമ്പോഴത്തേക്ക് തെക്ക് കിഴക്ക് ഭാഗത്ത് എന്താണ്, വെൽത്ത് ഡയറക്ഷനാണ്. അവിടെ നമുക്ക് പശുവും കുട്ടിയും വയ്ക്കുമ്പോഴത്തേക്ക് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകും. അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ടൂളുകളും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ ഉണ്ടാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.